രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിൻ്റെ ആരാധനയുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. രക്തവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലത്രേ. രക്തവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലത്രേ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിൻ്റെ ആരാധനയുണ്ട്. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. യഹൂദാഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. യഹൂദാഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിൻ്റെ ആരാധനയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ഒരു ശബ്ദമുണ്ടായി. നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഇതേ ഭാഗം നാം വായിക്കുകയാണ്. ഒരേ സംഗതി, യേശുക്രിസ്തു തേജസ്സിൽ പ്രത്യക്ഷനാകുന്നത്, യേശുക്രിസ്തുവിനോടുകൂടെ മോശയും ഏലിയാവും പ്രത്യക്ഷരായിരിക്കുന്നത്.
സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. തേജസ് ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ തേജസ് കാണാനിടയാകുന്നത് ഒരു വലിയ പദവിയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിനോട് തേജസ്സിനെയും കാണാനിടയാകുന്നത് ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരെയും അടുത്ത് കാണാനിടയാകുന്നത് ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ മോശയും ഏലിയാവും കടന്നു പോയവരാണ്, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. മോശ മരിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ ഒരു പ്രതിനിധിയാണ്. ഏലിയാവോ മരണം കാണാതെ എടുക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധിയാണ്. എല്ലാം വരാനിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു നിഴലാണ്. കർത്താവായ യേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഏലിയ പ്രവാചകൻ മരണം കാണാതെ എടുക്കപ്പെട്ടവനാണ്. മോശ മരണം നേരിട്ടു, അക്കരദേശത്തേക്ക് കടന്നുപോയി. മോശ അടക്കിയ സ്ഥലം എവിടെയെന്ന് ആരും അറിയുന്നില്ല. യഹോവ തന്നെ, ദൈവം തന്നെ അവനെ അടക്കി. പഴയ നിയമത്തിൽ ഏലിയാവ് പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ്. എന്നാൽ മോശയാകട്ടെ നിയമത്തിൻ്റെ പ്രതിനിധിയാണ്. മോശയിൽ കൂടിയാണ് ദൈവം ന്യായപ്രമാണ കൽപ്പനകൾ ജനത്തിന് നൽകിയത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ തരുവാൻ ദൈവം നിയോഗിച്ച പുരുഷനാണ് മോശ. മഹാഭാഗ്യം. ദൈവത്തിൻ്റെ സ്വർഗീയ അരുളപ്പാടുകൾ ഏറ്റുവാങ്ങി ജനത്തിന് ദൈവത്തിൻ്റെ നിയമം അറിയിപ്പാൻ ദൈവം നിയമിച്ച പുരുഷനാണ് മോശ. നിയമം ദൈവത്തിൽ നിന്ന് വാങ്ങിയ കൽപ്പനകൾ, കൽപ്പലകകൾ ദൈവത്തിൽ നിന്ന് വാങ്ങിയ മോശ പ്രത്യക്ഷനായി. പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാവ് പ്രത്യക്ഷനായി. ശമൂവേലും എന്നുള്ളതായ പ്രവാചകന്മാരെ നമുക്കറിയാം. ഏലിയാവ് പ്രവാചക ശ്രേഷ്ഠനാണ്, യോഗി വര്യനാണ്. പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാവ് പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, ഈ തേജസ്സിൽ ശിഷ്യന്മാർ 3 പേരും അമ്പരന്നു, കണ്ണഞ്ചിപ്പോയി. കുറേ നേരം അവർ കണ്ണ് മങ്ങി ഉറങ്ങിപ്പോയി. എന്നാൽ കണ്ണ് തുറന്നപ്പോൾ തേജസ്സിൽ മോശയെ കണ്ടു, ഏലിയാവിനെ കണ്ടു, യേശുവിനെ കണ്ടു. അവരുടെ നാഥൻ ഇതുവരെ കണ്ടതുപോലല്ല, തേജോമയനായി അവർ കാണുകയാണ്. അവർ കൂടെ നടന്ന കർത്താവായ യേശു ഇതുവരെ കണ്ടതുപോലല്ല, തേജസ്സിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. മഹത്വകരമായ തേജസ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശുവിനെ നേരിട്ട് കാണാൻ, അക്ഷരീയമായി കാണാൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ആത്മാവിൽ കാണാൻ, ആത്മാവിൽ ആ തേജസ് അനുഭവിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, ദാഹമുണ്ടോ? കർത്താവേ, നിന്നെയും നിന്റെ വിശുദ്ധന്മാരെയും ആത്മാവിൽ കാണാൻ, നിന്നെയും നിൻ്റെ വിശുദ്ധന്മാരെയും തേജസ്സിൽ കാണാൻ കർത്താവേ എനിക്കൊരു ഭാഗ്യം തരണമേ. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ, ആ തേജസ്സിൽ കർത്താവിനെയും മോശയെയും പ്രവാചകന്മാരെയും ശിഷ്യന്മാർ കണ്ടു. നിത്യതയിലേക്ക് വരുമ്പോൾ മഹാവലിയ തേജസ്. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല, എല്ലാം കാണുന്നില്ല. ഈ മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ മുഖം എനിക്കൊന്ന് കാണണം, നിൻ്റെ തേജസ് എനിക്കൊന്ന് കാണണം, നിന്നെ എനിക്കൊന്ന് കാണണം. എന്തൊരാഗ്രഹമാണ് മോശ പറഞ്ഞത്. ദൈവം പറഞ്ഞു, മോനെ, അത് സാധിക്കുന്ന കാര്യമല്ല. എന്നെ കണ്ടതിന് ശേഷം പിന്നെ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മോനെ, നിൻ്റെ ആഗ്രഹം നല്ലത്. പക്ഷേ നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ ആഘോഷത്തോടെ കടന്നു പോകും, തേജസ്സോടെ കടന്നു പോകും. പാറയുടെ മറവിൽ നീ നിൽക്കൂ. നേരിട്ട് കണ്ടാൽ നീ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഈ ഭൂമിയിൽ എൻ്റെ തേജസ്, തേജോമയനായ യേശുവിനെ നീ കണ്ടാൽ മോനെ നീ ജീവിച്ചിരിക്കില്ല. ദൈവ തേജസ് അത്രയും ശക്തമാണ്, അത്രയും ശക്തമാണ്. ദൈവം പറഞ്ഞു, നീ ആഗ്രഹിച്ചത് നല്ലത് തന്നെ, പക്ഷേ
നീ ഒരു പാറയിൽ മറഞ്ഞു നിൽക്കുക, ഞാൻ കടന്നു പോകും. മോശ മാറി നിന്നു. മോശ ആ പാറയുടെ മറവിൽ നിന്നു. മോശ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ് കടന്നുപോയി. മോശയുടെ മുഖം പ്രകാശിച്ചു. പോരാ, മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ദേഹമാസകലം പ്രകാശിക്കുകയാണ്. സ്വയം പ്രകാശശക്തി മോശയിലേക്ക് വരികയാണ്. സ്വയം പ്രകാശശക്തി. ജീവനുള്ള ദൈവത്തെ കണ്ടാൽ, ജീവനുള്ള തേജസ് കണ്ടാൽ, ദൈവീക തേജസ് കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളും തേജസ്സുള്ളവരായിത്തീരും. നിങ്ങളുടെ ശരീരം പ്രകാശിക്കും. അഴുക്ക് പറ്റിയതായി നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, കോപിച്ചാൽ നിങ്ങളുടെ നാവുണ്ടല്ലോ, വഴക്ക് പറഞ്ഞതായി നിങ്ങളുടെ ശരീരമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മാറി, കളങ്കം മാറി നിങ്ങളെ തേജസ്സുള്ളവരാക്കി തീർക്കാൻ കർത്താവായ യേശുവിന് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ഇത് അനുഭവിക്കും. ഈ ഭൂമിയിൽ വെച്ച് പാപത്തിൻ്റെ ക്ഷമ പ്രാപിക്കുകയും പാപത്തിൻ്റെ മോചനം പ്രാപിക്കുകയും പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുകയും ചെയ്ത് നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ തേജസ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോലും പാപക്കറകൾ മാറിയിട്ട്, പാപത്തിൻ്റെ വടുകളും പാപത്തിൻ്റെ പാടുകളും മാറിയിട്ട്, എല്ലാം മാറി, എല്ലാ തിന്മയും മാറി നിങ്ങൾ തേജസ്സുള്ളവരായി തീരും. മാത്രമല്ല, നിങ്ങളുടെ അന്തരാത്മാവ് പ്രകാശിക്കും, ത്വക്ക് പ്രകാശിക്കും, മുഖം പ്രകാശിക്കും. മോശ സീനായി മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. സീനായി മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ജനം നോക്കിയപ്പോൾ മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, മോശയുടെ ശരീരത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അവർക്ക് നോക്കാൻ സാധിക്കാത്തവണ്ണം അവർ വലഞ്ഞുപോയി. അവരെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ വണ്ണം അവരങ്ങ് വിഷമിച്ചു പോയി. അവിടെ ഒരു മൂടുപടം എടുത്തിട്ടു. മൂടുപടം ആര്? മോശ ഒരു മൂടുപടം അണിഞ്ഞു. മൂടുപടം അണിഞ്ഞാണ് മോശ മുന്നോട്ട് നീങ്ങിയത്. മൂടുപടമില്ലാതെ ജനത്തിന് മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത വിധത്തിൽ ആ തേജസ് മറച്ചു പിടിച്ചു. ദൈവജനമേ, നിങ്ങൾ ആന്തരികമായി ദാഹിക്കണം, നിങ്ങൾ കൊതിക്കണം. കർത്താവേ, ഇതൊന്നും ചിന്തിക്കാനും ആഗ്രഹിക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായിട്ടില്ല. കർത്താവേ, നിൻ്റെ തേജസ് കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. നിൻ്റെ തേജസ് കൊണ്ട് എന്നെ നീ ഒന്ന് പ്രകാശിപ്പിക്കണമേ. നിൻ്റെ വിശുദ്ധിയുടെ തേജസ് കൊണ്ട്, നിൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാല കൊണ്ട് നാഥാ നീ എന്നെ ഒന്ന് കത്തുപിടിപ്പിക്കണമേ. എൻ്റെ മേൽ നിൻ്റെ തേജസ് പകരണമേ. കർത്താവേ, എൻ്റെ നാളിതുവരെയുള്ള ജീവിതത്തിലെ പാപക്കറകളെല്ലാം മാറ്റി, എല്ലാ അശുദ്ധിയും തിന്മയും മാറ്റി, ഉടയവനേ, നിൻ്റെ തേജസ് എൻ്റെ മേലൊന്ന് പ്രസരിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തേജസ് പ്രസരിക്കുന്നതായ അനുഭവം, തേജസ് പ്രകാശിക്കുന്ന അനുഭവം, തേജസ് പകരുന്ന അനുഭവം. ദൈവജനമേ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ തേജസ് പ്രാപിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ദാഹിപ്പീൻ, നിങ്ങൾ ഓരോരുത്തരും കൊതിപ്പീൻ. നിങ്ങൾക്ക് അപ്രാപ്യമല്ല എന്ന് ഞാൻ പറയും, അൺറീച്ചബിൾ അല്ല എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ, സാധിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് വേണം, കർത്താവേ, അതിനുള്ള വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ തന്നെ കഴുകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മുഴുവനായി എന്നെ ഒന്ന് കഴുകണമേ. എൻ്റെ ആന്തര അവയവങ്ങളെ കഴുകണമേ. എൻ്റെ ബാഹ്യാവയവങ്ങൾ മാത്രമല്ല കർത്താവേ, എൻ്റെ അകം മനസ്സിനെ കഴുകണമേ. കർത്താവേ, എൻ്റെ ബോധമനസ്സിനെ കഴുകണമേ. എൻ്റെ ഉപബോധ മനസ്സിനെ കഴുകണമേ. എൻ്റെ അബോധ തലങ്ങളെ കഴുകണമേ. എൻ്റെ ആളത്വത്തെ മുഴുവൻ കഴുകണമേ. എൻ്റെ രക്തത്തിലുള്ള കറകൾ മായ്ച്ചു കളയണമേ. എൻ്റെ സ്വഭാവം മാറ്റണമേ. ദൈവമേ, എൻ്റെ ഭീകര പ്രകൃതികൾ മാറ്റണമേ. എൻ്റെ കോപപ്രകൃതികളും ക്രുദ്ധ സ്വഭാവങ്ങളും മാറ്റണമേ. കർത്താവേ, എന്നെ മുഴുവനായി നീ ഒന്ന് മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റിത്തരുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. പുതിയൊരാത്മാവിനെ നമ്മുടെ പേര് അയക്കുന്ന നല്ലൊരു ദൈവം ജീവിക്കുന്നുണ്ട്. പുതിയ ജലം നമ്മെ തളിക്കുന്ന നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. ജീവജലം നമ്മെ തളിച്ച്, നമ്മെ കഴുകി, നമ്മെ വെടിപ്പാക്കി, രക്തത്തിൻ്റെ മുദ്ര നമുക്ക് തന്ന് നമ്മെ തേജസ് അണിയിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അതൊന്നും പൂർണ്ണതയല്ല. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഒരു പൂർണ്ണതയിലേക്ക്, തേജസ്സിൻ്റെ നിറവിലേക്ക് ജീവനുള്ള ദൈവം നമ്മുടെ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് നല്ലപോലെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ തേജസ്കരിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രയത്നമാണ് ദൈവമക്കളിൽ കാണുന്നത്. ഓരോ ദിവസവും നമ്മെ കറതീർന്നവരാക്കി തീർക്കാനുള്ള ദൈവത്തിൻ്റെ അധ്വാനം, പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനമാണത്. ദൈവം അധ്വാനിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പറഞ്ഞതില്ലേ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് ആശയമുണ്ട്. കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, മിശിഹ തമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പൈശാചിക ശക്തി ഉപേക്ഷിച്ച് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഞാനൊരു പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നു. കർത്താവേ, ഇനി ആയുസ്സിൽ എന്നിൽ നിന്നൊരു പാപം വരാതെ ഞാൻ ജീവിക്കും.
അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് ചുമതലയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളങ്ങനെ ദൈവത്തോട് സമർപ്പണം പറഞ്ഞതുകൊണ്ട് നിങ്ങളെ കഴുകിയെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യമായി മാറി. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യശാലികളാണെന്ന്. നിങ്ങളെ കഴുകിയെടുക്കുക, നിങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കുക, നിങ്ങളെ തേജസ്കരിച്ചെടുക്കുക, അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം പോലെയായി. അപ്പോഴാണ് ദൈവം ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിച്ചു തരും. ചിലപ്പോൾ രോഗങ്ങൾ വരുത്തിയായിരിക്കും, ചിലപ്പോൾ രോഗങ്ങൾ അനുവദിച്ചായിരിക്കും, ചിലപ്പോൾ ആപത്തുകൾ അനുവദിച്ചായിരിക്കും, ചിലപ്പോൾ അപകടങ്ങൾ അനുവദിച്ചായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിൽ ഞെരുക്കങ്ങൾ വരുത്തിയായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുത്തിയായിരിക്കും, നമുക്ക് മുന്നോട്ട് നീങ്ങാൻ വയ്യാത്ത വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോന്നിൽ കൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനമാണ് കാണേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധ്വാനം. എന്തിനു വേണ്ടിയുള്ള അധ്വാനം? പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട മനുഷ്യനെ ഒന്ന് വിശുദ്ധീകരിച്ച് തേജസ്കരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാഹവും അധ്വാനവും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്താൻ അധ്വാനിക്കുന്ന നിൻ്റെ കരങ്ങൾ തളരരുതേ, നിൻ്റെ കരങ്ങൾ മാറരുതേ. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തി തേജസ്കരിച്ച് വിശുദ്ധീകരിച്ച് അത്യുന്നതങ്ങളുടെ ശോഭായമാനമായ തേജോനികഷത്തിൽ എത്തിക്കാനുള്ള നിൻ്റെ ബദ്ധപ്പാടുകൾ നിർത്തരുതേ, നിൻ്റെ അധ്വാനം നിർത്തരുതേ. പരിശുദ്ധാത്മാവേ, തുടരുക, തുടരുക, അധ്വാനം തുടരുക. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി വിനയപ്പെടുകയാണ്, ആത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുകയാണ്. എന്തൊരു ഭാഗ്യപദവി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഈ മോശ ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ചു. ഏലിയാവ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ ജീവിച്ചു. എന്തൊരു ത്യാഗി വര്യൻ, എന്തൊരു യോഗി വര്യൻ, എന്തൊരു താമസ ശ്രേഷ്ഠൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ പറയും, അയ്യോ, അപ്പം ഞാനങ്ങനെ താമസനൊന്നുമല്ല, കുടുംബജീവിതമുണ്ട്, പല കാര്യങ്ങൾ പ്രയാസങ്ങളുണ്ട്, പല ജോലി തിരക്കുകളുണ്ട്, ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് വേണ്ടതുപോലെ സമയം കിട്ടുന്നില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് പോലും ഈ വരവിന് കൊണ്ട് ചിലവെത്തിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലുള്ള അധ്വാനിക്കുന്നൊരു പാവപ്പെട്ടവന് ഇതൊക്കെ കിട്ടുമോ? എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് ഒരു പ്രവാചക പാരമ്പര്യമില്ല, ശമൂവേൽ പ്രവാചകൻ്റെ ശിഷ്യനായി നടന്നു എന്ന് പറയത്തക്കവണ്ണം ഏലിയാവിനുള്ളതുപോലുള്ളതായ ഒരു ശിഷ്യത്വത്തിൻ്റെ പദവിയോ മഹത്വമോ എനിക്കില്ല. എനിക്കെന്നാ ഒരു പാരമ്പര്യമുള്ളത്? എനിക്കെന്താ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരണ്ട. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ വീണ്ടെടുക്കാനും നിങ്ങളെ രൂപാന്തരപ്പെടുത്താനും യേശു ക്രിസ്തു സ്വന്തം ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. സ്വന്തം ജീവൻ നിങ്ങൾക്ക് പകരമായി വയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം കണ്ടത് തൻ്റെ പുത്രൻ്റെ ജീവനാണ്, തൻ്റെ പുത്രൻ്റെ തിരുരക്തമാണ്. അത്രമാത്രം വിലയേറിയവരാണ്. സ്നേഹിതരെ, ഈ യേശുവിനെ നിങ്ങൾ കാണുക, ഈ യേശുവിൻ്റെ തേജസ് നിങ്ങൾ കാണുക. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തേജസ് നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവേ, തേജസ്സിൻ്റെ ജീവനായകൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ അഴുക്ക് പിടിച്ച ജീവിതത്തിലേക്ക്. നാഥാ, നിൻ്റെ പ്രകാശം കടന്നു വന്ന് എൻ്റെ അന്ധകാരങ്ങൾ മാറ്റണമേ, എൻ്റെ ഇരുളുകൾ മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ പാപം മൂലം പിശാച് വരുത്തി വെച്ചതായ എൻ്റെ ജീവിതത്തിലെ കറകളും കളങ്കങ്ങളും എല്ലാ മാലിന്യങ്ങളും മാറ്റണമേ. ഒന്ന് ഞാൻ പറയാം കർത്താവേ, നിന്നോട് ഒന്ന് ഞാൻ പറയാം, അത് ഉറപ്പാണ്. ആയുസ്സിൻ്റെ അന്ത്യനിമിഷം വരെയും നിൻ്റെ ഒരു വിശുദ്ധനായി കറ തീണ്ടാത്തനായി ഞാൻ നിൽക്കും എന്ന് ഞാൻ നിനക്ക് വാക്ക് തരും. ദൈവമക്കളെ, നിങ്ങൾക്ക് വാക്ക് പറയാമോ? ദൈവത്തോട് പറയാമോ? ദൈവ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാമോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം പാടിയില്ലേ, എന്താണ്, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഏൽപ്പിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തരുന്നു ഞാൻ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, തന്നതല്ലാതെ ഇങ്ങൊന്നുമില്ല ഈശോ, തന്നിടുന്ന എന്നെയും ഞാൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഏൽപ്പിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും പണിയാം, നിലത്തിട്ട് ചവിട്ടാം, പാത്രമായി മെനയാം, ഇഷ്ടമുള്ള പാത്രമാക്കി മെനയാം, അല്ല എറിഞ്ഞ് പുറത്ത് കളയാം. എല്ലാം ആ സൃഷ്ടാവായ കുശവൻ്റെ കയ്യിലെ പ്രവൃത്തിയാണ്, ആ സൃഷ്ടാവായ കുശവൻ്റെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറയാൻ വാസ്തവത്തിൽ ഞാനും പേടിക്കുകയാണ്. എന്താണിത് പറയാനുള്ള യോഗ്യത എനിക്ക്? അത് പറയാനുള്ള, അത് ഉച്ചരിക്കാനുള്ള അർഹത എന്താണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതൊരു മഹാസത്യമാണ് പ്രിയപ്പെട്ടവരെ. അത് നിങ്ങളുടെ വാഞ്ചയാകട്ടെ, അത് നിങ്ങളുടെ ലക്ഷ്യമാകട്ടെ, അത് നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രലാക്കുമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. മോശയും ഏലിയാവും കർത്താവിനോട് സംഭാഷിക്കുന്നത് അവർ കണ്ടു. അവർ നാം കാണുന്നത് ഇങ്ങനെയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി നിന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ
ആ പ്രാർത്ഥനാ ശബ്ദം അത് ഇറ്റ് ഈസ് ദി വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്, ദൈവാശ്രയത്തിൻ്റെ ശബ്ദമാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ 4 തരത്തിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാം. 1 വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്, 2 വോയിസ് ഓഫ് ഫെലോഷിപ്പ്, 3 വോയിസ് ഓഫ് ഇഗ്നറൻസ്, 4 വോയിസ് ഓഫ് പ്രോവിഡൻസ്. എന്താണെന്ന് ഓരോന്നോരോന്നായി പറയാം. 1 വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്, ദൈവാശ്രയത്തിൻ്റെ ശബ്ദം. പ്രാർത്ഥന അതാണ്, ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയാണ്. വെറുതെ ചൊല്ലി തീർത്താൽ പോരാ, ഉരുവിട്ടാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ചൊല്ലിത്തേക്കുന്ന പ്രാർത്ഥനകളല്ല. ചൊല്ലിത്തേക്കണം, ചൊല്ലിക്കോളൂ, പക്ഷേ അത് ഹൃദയത്തിൽ നിന്ന് ഉറന്നു വരണം. ഹൃദയത്തിൻ്റെ ദാഹത്തിൽ നിന്ന് അത് അടിയിൽ നിന്ന് ഉറന്നു വരേണ്ടതാണ് പ്രാർത്ഥന. ദൈവാശ്രയം, ഞാൻ ഒന്നുമില്ല എന്നുള്ള അംഗീകാരത്തോടു കൂടി സർവശക്തനായ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അങ്ങ് ആശ്രയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു കൊച്ചുകുട്ടി 2-3 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി അപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും ഇതാ ഒരു നായ കുരച്ചുകൊണ്ട് കൂടി വരുന്നു. കൊച്ചെന്നാ ചെയ്യും? കുട്ടി എന്നാ ചെയ്യും? പെട്ടെന്ന് അപ്പൻ ഞാൻ കെട്ടിപ്പിടിക്കും. അപ്പൻ ആ കുട്ടിയെടുത്ത് ഒക്കത്ത് വയ്ക്കും, കുട്ടിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കുകയാണ്. നാം എല്ലാം അങ്ങനെയാണ്. ആശ്രയിച്ചാലേ രക്ഷയുള്ളൂ. ആശ്രയിച്ചാൽ ദൈവം നമ്മെ തൻ്റെ ഒക്കത്തെടുക്കും, തൻ്റെ മാറിൽ അണയ്ക്കും. വിശ്വസിക്കൂ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ മാത്രം മുൻനിർത്തുക. എൻ്റെ കർത്താവേ, ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ച രക്ഷക, നിന്നിൽ ഞാൻ പൂർണ്ണമായി ചാരുന്നു, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അക്കാലത്ത് 2000-ലേറെ വർഷം മുൻപ് നാഥ, നിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ നിൻ്റെ പ്രിയ ശിഷ്യൻ നിൻ്റെ തിരുമാറിൽ ചാരിയല്ലോ. എൻ്റെ കർത്താവേ, അതൊന്നും പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എങ്കിലും ഞാൻ നിന്നോട് പറയട്ടെ കർത്താവേ, നിൻ്റെ മാറിൽ ഞാനൊന്ന് അണയട്ടെ, നിൻ്റെ മാറിൽ ഞാനൊന്ന് ചാരട്ടെ, നിൻ്റെ മാറിൽ ഞാൻ അണഞ്ഞുകൊണ്ട് ഞാനൊന്ന് വിശ്രമിക്കട്ടെ, ഞാൻ നിന്നൊന്ന് ആശ്രയിക്കട്ടെ. എനിക്ക് തണൽ തരുന്നവൻ, എനിക്ക് ആശ്വാസം തരുന്നവൻ, എനിക്ക് പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തി തരുന്നവനായ നിന്നെ കണ്ടുകൊണ്ട്, നിന്നിൽ ആനന്ദിച്ചുകൊണ്ട്, നിന്നിൽ പ്രമോദം പൂണ്ടുകൊണ്ട്, നിന്നിൽ അഭിമാനിച്ചുകൊണ്ട് നാഥ, ഞാൻ നിൻ്റെ വേല ചെയ്യട്ടെ, നിന്നോടുകൂടെ വരട്ടെ. ദൈവാശ്രയം, ഏതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നു, എല്ലാറ്റിനും ദൈവത്തിൽ ആശ്രയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു 37-ാം സങ്കീർത്തനത്തിൽ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവത്തിന് സ്തുതി. ഞാൻ കൊച്ചുനാളിലെ പഠിച്ചു ഇത് കാണാതെ. എന്താ, അന്ന് വായിച്ചപ്പോൾ എനിക്ക് ഒരുപടി ആഗ്രഹങ്ങൾ. അന്നത്തെ ആഗ്രഹങ്ങൾക്കെന്ന് പറഞ്ഞാൽ അത് സാധാരണപ്പെട്ട ആഗ്രഹങ്ങൾ തന്നെയാണ്, വേറൊന്നുമല്ല. വീട്ടിൽ അപ്പനില്ല, ചേട്ടനില്ല, അനാഥത്വം, പല പ്രയാസങ്ങൾ, പലതരം കേടുകൾ, പലതരത്തിലുള്ള വിഷമങ്ങൾ, പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, പലതരത്തിലുള്ളതായ നെടുവീർപ്പുകൾ, അമ്മയുടെ നിരന്തരമായ കണ്ണീര്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ അതുമാത്രമോ, പഠിക്കാൻ മുന്നോട്ട് പഠിക്കാൻ മാർഗമില്ല, അതിനുള്ള സാഹചര്യമില്ല. അതുമാത്രമോ, ദൈവത്തിന് സ്തോത്രം, തുടരെ രോഗം, അമ്മയ്ക്ക് രോഗം, എനിക്ക് രോഗം, എൻ്റെ പെങ്ങൾക്ക് രോഗം. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിലും വാസ്തവത്തിൽ വലഞ്ഞ ഒരു ചെറുപ്പകാലം, വലഞ്ഞ് വിഷമിച്ചു പോയ ഒരു ചെറുപ്പകാലം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഈ വേദവാക്യം ഒരിക്കൽ വായിച്ചു. എന്താണ്? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആഗ്രഹങ്ങൾ തരുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഓരോ ആഗ്രഹങ്ങളും വരുമ്പോൾ ദൈവത്തോട് പറയും, ഓരോന്നും. ദൈവത്തിന് സ്തോത്രം. എത്ര ബാലിശമായ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു, എത്ര ബാലിശമായ ആഗ്രഹങ്ങൾ. പരീക്ഷ എഴുതുമ്പോൾ പറയും, ദൈവത്തിന് സ്തോത്രം. പാടത്ത് അന്ന് കൃഷി ഉണ്ടായിരുന്നു, പാടത്ത് കൃഷിക്ക് പോകുമ്പോൾ പറയും, വിതയ്ക്കാൻ വിത്ത് വെള്ളത്തിലിടുമ്പോൾ പറയും, ദൈവത്തിന് സ്തോത്രം. വിത്ത് വിതച്ചിട്ട് വരുമ്പോൾ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ വലിയ മഴ പെയ്ത് എല്ലാം കലക്കിക്കളയല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോന്ന് എൻ്റെ ആ ചെറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇറ്റ്സ് എ വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. ആശ്രയത്തിൻ്റെ ശബ്ദം. നിങ്ങൾ ആശ്രയത്തിൻ്റെ ശബ്ദം കേൾക്കൂ. ആശ്രയത്തിൻ്റെ ശബ്ദം. ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങൾ പഠിക്കൂ, ദൈവത്തിൽ ശരണപ്പെടാൻ നിങ്ങൾ പഠിക്കൂ.
ദൈവത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ പഠിക്കൂ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ, കർത്താവേ, ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചു പോയി, എൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു പോയി, എൻ്റെ മക്കളിൽ ആശ്രയിച്ചു പോയി, എൻ്റെ ഭാര്യയിൽ ആശ്രയിച്ചു പോയി, എൻ്റെ ഭർത്താവിൽ ആശ്രയിച്ചു പോയി, എൻ്റെ ആരോഗ്യത്തിൽ ആശ്രയിച്ചു പോയി, കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചു പോയി, എൻ്റെ വരുമാന മാർഗ്ഗങ്ങളിൽ ആശ്രയിച്ചു പോയി. ഉടയവനെ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ വിട്ട് പലതിലും ആശ്രയിച്ചു പോയി. എന്നാൽ ഈ ആശ്രയങ്ങളെല്ലാം വ്യർത്ഥമെന്ന് മനസ്സിലായി. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. എനിക്ക് മനസ്സിലായി കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിക്കുകയാണ്. എല്ലാം പിടിവിട്ട്, എല്ലാ പിടിയും വിട്ട് ഈ ഗോകുൽത്തായിലെ കൊമ്പിൽ ഞാൻ ചാടിപ്പിടിക്കുകയാണ്. ഇശ്ശായിയുടെ കൊമ്പിൽ ഞാൻ പിടിക്കുകയാണ്. കർത്താവേ, നസ്രായനായ യേശുവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച, ചുടുനിണം ചിന്തിയ എൻ്റെ രക്ഷകൻ്റെ തിരുമാറിൽ ഞാൻ ആശ്രയിക്കുകയാണ്. നിൻ്റെ സ്ലീഹ, നിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ചാരിയ മാറിൽ ഈ തലമുറയിൽ ഞാനും ഒന്ന് ചാരിക്കൊള്ളട്ടെ. ഞാനും മാറിൽ ചാരിക്കൊണ്ട് ഞാനും ഒന്ന് യാത്ര ചെയ്യട്ടെ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പാപദോഷങ്ങൾ മാറ്റണമേ, ശാപങ്ങൾ മാറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, ഭീതികൾ അകറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ഭാവികാലം യേശുക്രിസ്തുവിൽ സുരക്ഷിതമാക്കി തരണമേ. ഭാവികാലം പൈശാചിക ബാധകളിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് എൻ്റെ യേശുവിൻ്റെ വേല ചെയ്യാനുള്ള ക്രമ തരണമേ. അന്ത്യത്തോളം നിൻ്റെ വേലക്കാരായി നിന്നുകൊണ്ട് കർത്താവെ, ഒരു കാലത്ത് നാഥാ നിൻ്റെ രണ്ടാമത്തെ വരവിൽ എപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അന്ന് പാട്ടുകൾ പാടിക്കൊണ്ട്, ഹല്ലേലൂയ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട്, ആഘോഷത്തോടെ ആരവാരത്തോടെ നിൻ്റെ നാഥനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ എന്നെ നീ ഒരുക്കണമേ. ഹല്ലേലൂയ നാഥാ, എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ മേൽ നിൻ്റെ തേജസ് പകരണമേ. എന്നോട് മനസ്സലിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തേജസ്സിൻ്റെ അത്ഭുതകരമായ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തേജസ്സിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കുന്നതിനായ ദൈവമേ, ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനായ ദൈവമേ, ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിനായ ദൈവമേ, അപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കാത്ത വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ എൻ്റെ നാഥൻ്റെ ആണിപ്പാടലകരം വയ്ക്കണമേ. ആശീർവദിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ഭവനമായി അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഭാവി ശോഭനമാക്കണമേ. രണ്ടാമത്തെ തിരുവരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.